ഹായ് സുന്ദരീസ്, എന്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു ലിപ് ബാമിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ ആലോചിച്ചു ഒരു ലിപ് ബാമിന്റെ റിവ്യൂ ആയിട്ട് ചെയ്യണോന്നുള്ളത്. പക്ഷെ ഈ ലിപ് ബാം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായി. എസ്പെഷ്യലി അതിന്റെ കളർ പേ ഓഫ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ രാത്രി കിടക്കണേക്കാളും തൊട്ട് മുമ്പ് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യും. അപ്പൊ ഈ ലിപ് ബാം അപ്ലൈ ചെയ്ത് കിടക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് ഈ റിവ്യൂ ഒന്ന് ഷെയർ ചെയ്തിട്ടാവാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പറയാം. ഇത് ബേബി ലിപ്സ് കളർ 16 hour മോയ്സ്ചർ. ഇത് ആലിയ ലവ്സ് NY ലിമിറ്റഡ് എഡിഷൻ ആണ്. എന്റെ ഷെയ്ഡിന്റെ പേര് ഹൈലൈറ്റ് വൈൻ എന്നാണ്. പിന്നെ ഇത് SPF 20 ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 175 rupees ആണ്. മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒക്കെ എഴുതിയിട്ടുണ്ട്. 2018 മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. 2021 വരെ യൂസ് ചെയ്യാം. അതിനുള്ള എന്തായാലും ലിപ് ബാം തീർന്നു. ലിപ്സ്റ്റിക് പോലെയല്ലോ ലിപ് ബാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യണതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും ആലിയ ഭട്ടിന്റെ പേര് വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ആലിയ ഭട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്യൂട്ടാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ബോളിവുഡില് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ട്രസ് ആണ്. അസലായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാണ്. എനിക്ക് ആളുടെ ഫേവറേറ്റ് മൂവി ഹൈവേ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ് അത്. സോ അതിപ്പോ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിന്റെ പാക്കേജിങ് നോക്കാം. ആദ്യം തന്നെ പാക്കേജിങ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പാക്കേജിങ് ആണ്. ഒരു മെറ്റാലിക് ഫിനിഷ് ഉണ്ട്. സാധാരണ വരുന്ന മെബിലിൻ ബേബി ലിപ്സ് പോലെ ആണെങ്കിൽ പോലും ഇതിന്റെ ഔട്ടർ ഫിനിഷ് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാക്കേജിംഗ് വൈസ് നല്ല അസല് പാക്കേജിംഗ് ആണ്. ഹാൻഡ് ബാഗിലിട്ട് പോകാനായിട്ട് വളരെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. സെക്കൻഡ് തിങ് പ്രൈസിംഗ് ആണ്. 175 rupees ആണ്. ഇപ്പൊ ആസ് സച്ച് പുതിയ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് ഒരു സൈറ്റിലും ഞാൻ കണ്ടില്ല. ഞാൻ ഫുൾ പ്രൈസ് കൊടുത്തിട്ട് മേടിക്കുകയാണ് ചെയ്തത്. ഞാൻ നൈക്കയിലാണ് മേടിക്കേണ്ടായത്. സോ പ്രൈസിംഗ് വൈസ് അഫോർഡബിൾ ആണ്. യൂഷ്വലി നല്ല ലിപ് ബാംസ് ഒക്കെ ഈ ഒരു പ്രൈസിംഗ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ഇന്നത്തെ ബേബി ലിപ്സിനും ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ച് ഉണ്ട്. ഒരു ടിൻറ്റഡ് അല്ലാത്ത ലിപ് ബാംസ് ചിലതൊക്കെ 110, 120 റേഞ്ചിലൊക്കെ ഉണ്ട് വെച്ചാലും നല്ല ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാംസ്, അതായത് നല്ല കളർ തരുന്ന ലിപ് ബാംസിന് എല്ലാത്തും ഏകദേശം ഈ റേഞ്ച് ഉണ്ട്. സോ പ്രൈസിംഗ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ ആണ്. പിന്നെ നമുക്ക് അവൈലബിലിറ്റി നോക്കാം, എവിടെയൊക്കെ കിട്ടും എന്നുള്ളത്. ഇത് എല്ലാ സ്റ്റോറിലും ഈവൻ സൂപ്പർ മാർക്കറ്റിലും വരെ ഈസിലി അവൈലബിൾ ആണ്. ബേബി ലിപ്സ് നമുക്ക് എല്ലാവിടെയും കിട്ടുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കണം എന്നുണ്ട് വെച്ചാൽ കടയിൽ നിന്ന് ഈസിലി മേടിക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം ഓൺലൈൻ മേടിക്കണം വെച്ചാൽ അങ്ങനെയും ഈസിലി അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ആക്ച്വൽ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ആക്ച്വൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് മെറൂണിഷ് ഷെയ്ഡാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ലിപ് ബാംസ്, ഞാൻ ഒരുപാട് ലിപ് ബാംസ് യൂസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ലിപ് ബാംസ് നല്ല ഇഷ്ടമാണ്. ഇതിന് മുന്നേ എനിക്ക് ഇത്രയും കളർ തരുന്ന, അതായത് അഫോർഡബിൾ റേഞ്ചിൽ കളർ തരുന്ന ഒരു ലിപ് ബാം തോന്നിയിട്ടുള്ളത് ഇതിന് തന്നെ ബേബി ബ്ലൂം എന്ന് പറഞ്ഞൊരു ലിപ് ബാം ഉണ്ട്. അത് കളർ ചേഞ്ചിങ് ലിപ് ബാം ആണ്. ശരിക്കും ലിപ് ബാം തുറക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വൈറ്റ് കളർ ആയിരിക്കും ലിപ് ബാമിന്. പക്ഷെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടിനോട് ചേർന്ന് കളർ മാറിയിട്ട് അതൊരു പിങ്കിഷ് ഷെയ്ഡായിട്ട് മാറും. അത് നല്ല അസലായിട്ട് കളർ പേ ഓഫ് ഉണ്ട്. നല്ല ടിൻറ്റാണ് അതിന്. ഈ ലിപ് ബാം അതിനെക്കാട്ടിലും കൂടുതൽ കളർ ഉണ്ട്. ഇത് ആക്ച്വലി 4 ഷെയ്ഡിലാണ് വരുന്നത്. അതിനകത്ത് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് ഏറ്റവും അധികം ടിൻറ്റഡ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഈ ഹൈലൈറ്റ് വൈൻ ആണ്. ബാക്കി എല്ലാതും അത്രയില്ല. എനിക്ക് നല്ല കളറുള്ള ലിപ് ബാം വലിയ ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിക്കേണ്ടായത്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോളേജിൽ പോകുന്ന കുട്ടികളാണ്, അല്ലാതെ ഈവൻ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലിപ്സ്റ്റിക്കിന് പകരം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കളർ പേ ഓഫ് എന്ന് പറഞ്ഞാൽ അസല് കളർ പേ ഓഫ് ആണ്. എനിക്ക് ഇതിന്റെ കളർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിന്റെ മോയ്സ്ചറൈസിംഗ് ഫാക്ടർ നോക്കാം അടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണല്ലോ നമ്മൾ ലിപ് ബാം ഉപയോഗിക്കുന്നത്. ഇത് 16 hour മോയ്സ്ചർ എന്നാണ് പറയുന്നത്. 16 hours ഒന്നും എന്തായാലും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാനിതിപ്പോ ഒരാഴ്ചയായി ഉപയോഗിക്കുന്നു കണ്ടിന്യൂസ്ലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ നല്ലൊരു മോയ്സ്ചറൈസിംഗ് ആണ്. പിന്നെ കഷ്ടിമുഷ്ടി ഒരു 6 മണിക്കൂറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം. പിന്നെ ഇത് ലിപ് ബാം ആയതുകൊണ്ട് നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. മോയ്സ്ചറൈസിംഗ് വൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമായി. കാരണം ഒരുമാതിരിപ്പെട്ട ലിപ് ബാം ഒക്കെ 2, 3, 4 മണിക്കൂർ വരെയൊക്കെ അതിന്റെ മോയ്സ്ചറൈസിംഗ് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൈസിംഗിന് വേണ്ടിയിട്ട് അത് റീഅപ്ലൈ ചെയ്യാൻ തന്നെ വേണം. ഇവർ ഈ പറയണ പോലെ 16 hours ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം വളരെ ഇഷ്ടമായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെന്റൽ ലിപ്സിന് പോലും 2 സ്വൈപ്പില് ഈ കളർ ഇത് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എന്റെ ലിപ്സ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് ആണ്. എന്നിട്ട് പോലും 2 തവണ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇതിന്റെ ടിന്റ് കവർ ആവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ പോയാലും ഇതിന്റെ കളറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ആ ലിപ് ബാമിന്റെ കളർ നന്നായിട്ടുണ്ടാവും. ഗ്ലോസ് പോയാലും ഏകദേശം ഒരു സ്റ്റെയിൻ ആയിട്ട് നമ്മുടെ ലിപ്സിൽ ഉണ്ടാവും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ കാര്യമാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് SPF ഉള്ള കാരണം പകല് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ചുണ്ടിന് ഒരു SPF പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് വളരെ നല്ല കാര്യമാണ്. ഓൾ ഇൻ ഓൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ടിൻറ്റഡ് ആയില്ല എന്നെ പോലെ ഇങ്ങനത്തെ കളറുള്ള ലിപ് ബാം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പുറത്തേക്കൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഇട്ടാൽ മതി. ലിപ്സ്റ്റിക് ഇടേണ്ട യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് ഇത് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഒരു ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, ലിപ്സിന് പ്രൊട്ടക്ഷൻ വേണം താനും, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഇഷ്ടാവും. പക്ഷെ അതേസമയം നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ് ബാം ഇഷ്ടമല്ലെങ്കിൽ, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ഇത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ് ബാം, അങ്ങനെയാണെങ്കിൽ ഇത് മേടിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇതിലും നല്ലവണ്ണം മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ലിപ് ബാം കിട്ടുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോയ്സ്ചറൈസറിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഇതിന്റെ കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എസ്പെഷ്യലി ഈ ഷെയ്ഡ്. ഞാൻ പറഞ്ഞില്ലേ വേറെ ഷെയ്ഡ്സിനും ഇത്രയും കളറില്ല. സോ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളറും മോയ്സ്ചറൈസിങ്ങും രണ്ടും ഒരേപോലെ വേണം. അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടുതൽ ഇഷ്ടം കളറാണ് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയൊരു ലിപ് ബാം ആണ്. അതേസമയം മോയ്സ്ചറൈസിങ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. കളറിനോട് അത്ര താല്പര്യം ഇല്ലെങ്കിൽ ഈ ലിപ് ബാം വാങ്ങണ്ട. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഇമ്മക്കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാ കണ്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിന്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.